ഇനി KPCC തെരഞ്ഞെടുപ്പാണല്ലോ നടക്കാനുള്ളത്. ഇപ്പം വലിയ കാര്യമൊന്നുമല്ല എങ്കിലും ഈ KPCC തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? ഇതിൽ KPCC തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. നോമിനേഷൻ കൊടുത്ത് അതിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരുന്നതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക. അല്ലാതെ അതിനെ ഒരു ബാലറ്റ് അനുസരിച്ച് പോകുന്ന തെരഞ്ഞെടുപ്പെന്നോ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമൊന്നും KPCC അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളത് വാസ്തവമായൊരു കാര്യം. പേരിനാണ് ഈ തെരഞ്ഞെടുപ്പ് അത്രേ ഉള്ളൂ. അതിപ്പം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവും. അതായത് ഇപ്പം നോമിനേറ്റ് ചെയ്യപ്പെടും. അതായത് രമേശ് ചെന്നിത്തലയുടെ നോമിനേഷൻ ഉണ്ടാവും, VD സതീശൻ നോമിനേഷൻ ഉണ്ടാവും, KC വേണുഗോപാൽ നോമിനേഷൻ ഉണ്ടാവും. ഈ നോമിനേഷൻ എല്ലാം കൂടെ പരിഗണിച്ച് അതിൽ ആരെ കൊണ്ടുവരണമെന്ന് അധികാരം കൂടുതലുള്ളവൻ തീരുമാനിക്കും. അപ്പം ഈ മറ്റേ യൂത്ത് കോൺഗ്രസ് പണ്ട് നടന്ന അടി ഇവിടെ നടക്കും. യൂത്ത് കോൺഗ്രസിൽ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തർക്കം? തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ച എങ്ങനെയാണെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. 2ാം സ്ഥാനം നോട്ടയായതുകൊണ്ട് അതിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അധ്യക്ഷനായ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ തൊട്ടടുത്ത് 3ാം സ്ഥാനം നിൽക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിൻ വർക്കിയായിരുന്നു. അങ്ങനെ അബിൻ വർക്കിക്ക് കിട്ടി എന്ന ഒരു അബിൻ വർക്കിയുടെ ലക്ക് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അബിൻ വർക്കിക്കല്ല, പിന്നെ OJ ജനീഷ്, അബിൻ വർക്കി കിട്ടിയില്ല, അൺലക്കി ആയിപ്പോയി. OJ ജനീഷിന് കിട്ടി. അപ്പം ഇതുപോലെ തർക്കങ്ങളുണ്ടാകും. ഇപ്പോൾ KPCC അധ്യക്ഷനെ പരിഗണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമാണത്. ഇവിടുത്തെ മുഖ്യമന്ത്രിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം എപ്പോഴും KPCC അധ്യക്ഷനായി വരേണ്ടത്. കാരണം ഇല്ലെങ്കിൽ അനാവശ്യമായ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു വലിയ സമ്മർദ്ദം ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ KPCC അധ്യക്ഷൻ വിചാരിച്ചാൽ നടക്കും. കാര്യം കാലങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ മതി. ഇവിടെ ബാർ അടപ്പിക്കുക, ബാർ അടയ്ക്കാൻ തീരുമാനമെടുത്തത് ആരാ? ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ നിർദ്ദേശം വെച്ച ആരാണ്? ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് ഗുണനിലവാരമില്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടുക എന്ന് പറയുന്ന ഒരു തീരുമാനം ഇവിടുന്ന് ഹൈക്കോടതിയിലായിട്ടുണ്ടായിരുന്നു. കാര്യം ഭയങ്കര അട്ടർ വേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾ പോലും കൊണ്ട് നടക്കുന്ന ബാറുകളിൽ ഉള്ള ഒരു നാടായിരുന്നു കേരളം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഗുണനിലവാരമുള്ള ബാറുകൾ. അപ്പം എന്ത് ചെയ്തു? ഇദ്ദേഹം 4 സ്റ്റാർ ആക്കി ബാക്കിയുള്ള ബാറുകളെല്ലാം അടച്ചുപൂട്ടി. അപ്പം പറഞ്ഞിരുന്നത് വളരെ തുച്ഛമാണെങ്കിൽ ഉമ്മൻചാണ്ടി ഈ സ്ട്രെസ് കൊടുത്തത് VM സുധീരൻ എന്ന് പറയുന്ന അന്നത്തെ KPCC അധ്യക്ഷനാണ്. അപ്പം ഇത് എല്ലാ കാലത്തും KPCC അധ്യക്ഷന്മാർ ഉണ്ടാകുമ്പോൾ സർക്കാരിന്മേൽ സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കഴിഞ്ഞ UDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് KPCC അധ്യക്ഷനും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ഉപഗ്രഹങ്ങളുമായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ നിയമിക്കായിരുന്ന ഒരാളാണ് ഇന്ന് VD സതീശൻ. ഹരിത MLA എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെയൊക്കെ ആ തലത്തിലാണ്. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനവും സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളും തമ്മിൽ എപ്പോഴും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം എപ്പോഴും KPCC സ്ഥാനത്തേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ അതായിരിക്കണം ഒരു സ്ഥിരതയുള്ള സർക്കാരിനെ നിലനിർത്തുന്നത്. അപ്പം ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാലങ്ങളായി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ ഇത്തവണയെങ്കിലും മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് AICC അധ്യക്ഷനും മല്ലികാർജ്ജുൻ ഖാർഗെയും പിന്നെ ജനറൽ സെക്രട്ടറിയായ നമ്മുടെ KC വേണുഗോപാലും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, നിരവധി പേരായി. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ഇനിയൊരു യങ് ഫേസ് വേണം. മാത്യു കുഴൽനാടനുണ്ട്, ജോസഫ് വാഴക്കനുണ്ട്. ജോസഫ് വാഴക്കനെ കഴിഞ്ഞ തവണ ജോസഫ് വാഴക്കൻ ആകപ്പാടെ നിരാശനായിരുന്നു, സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ജോസഫ് വാഴക്കനുണ്ട്. പിന്നെ മറ്റൊരാൾ ബെന്നി ബെഹനാനുണ്ട്. ഇങ്ങനെ 4-5 പേരോളം KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്കുണ്ട്, ഇവിടെ പരിഗണനയിലുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ഒരു സമയത്ത് നമുക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനവും KPCC തമ്മിലുണ്ടായ തർക്കം നമ്മൾ കണ്ടതാണ്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 21-26 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവും അന്ന് KPCC അധ്യക്ഷനായിട്ടിരുന്നത് K സുധാകരൻ എന്ന് പറയുന്ന നേതാവാണ്. ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ, അതായത് രമേശ് ചെന്നിത്തലയെ തള്ളിക്കളഞ്ഞിട്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടും വരുന്നു. ഹൈക്കമാൻഡ് തീരുമാനമാണെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പിടിച്ചു മാറ്റി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പിന്നെ കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നു. അപ്പം രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും മാറ്റി. രമേശ് ചെന്നിത്തലയെ മാറ്റി
മുല്ലപ്പള്ളി രാമചന്ദ്രനെ പിടിച്ചു മാറ്റി. ഇവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് പുതിയ ആൾക്കാർ വന്നപ്പോൾ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ സംഭവം ഉണ്ടായി. ആ പ്രായം കുറഞ്ഞ ഒരാളിൽ നിന്ന് എണ്ണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയൊക്കെ സുധാകരന്. അപ്പം വന്ന് തലമുറ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് തല മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ആ KPCC അധ്യക്ഷൻ വന്നിട്ട് ചെയ്ത പരിപാടി അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. അച്ചടക്കം ഉണ്ടാവണം, സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പം അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു പാർട്ടിക്ക് അച്ചടക്കം എന്ന് പറഞ്ഞൊരു അജണ്ടയാക്കി വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് അതുവരെ ഇല്ലാത്തൊരു സംഭവം അച്ചടക്കം. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അച്ചടക്കം എഴുതി കാണിച്ചാൽ പോലും ആർക്കും മനസ്സിലാവത്തില്ല. അച്ചടക്കം വായിക്കാൻ പോലും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് കോൺഗ്രസിലുള്ളത്. അപ്പം ഈ KPCC അധ്യക്ഷനായി അദ്ദേഹം വന്നു. സെമി കേഡർ സംവിധാനം CUC, അതായത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് CUCകൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും താഴേക്കിടയിൽ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗിക പക്ഷം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർലമെൻ്ററി പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രതിപക്ഷ നേതാവാണ്. ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഇവരെ പൊരുത്തപ്പെടാതെ നമ്മൾ ആലോചിച്ചു, മുഖ്യമന്ത്രി ആയിട്ടില്ല, പകരം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷന് പോലും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പലയിടങ്ങളിലും അടിയുണ്ടായി, തെറിവിളിയായി, ഇപ്പോൾ പോട ഡാഷ് മോനെ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ അവർ രണ്ടുപേരും കാര്യങ്ങൾ കൊണ്ടെത്തി. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ഇവിടുത്തെ ഔദ്യോഗിക പക്ഷവും പാർലമെന്ററി പക്ഷവും സെയിം ആവണം, ഒരുമിക്കുന്നില്ല. ഒരുമിക്കാത്ത നിലയിലാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ 2026 വരെ. അതിപ്പം ഈ കോൺഗ്രസിന്റെ ചരിത്രം എവിടെ എടുത്താലും അവർ പൊരുത്തക്കേടുകൾ ഒരുപാട് പൊരുത്തക്കേടുകൾ. ഇപ്പൊ ഈ ഭരണത്തിൽ ഏറിയിട്ട് പോലും എത്ര വിഭാഗങ്ങളുണ്ട് അതിനകത്ത്. അതെ, അതിനകത്ത് തന്നെ എത്ര അടി നടക്കുന്നു ഇപ്പൊ ഉണ്ട്. പുറത്തോട്ട് ഇപ്പൊ ഈ പറയുന്ന മാധ്യമങ്ങൾ പോലും അധികം കോൺസെൻട്രേറ്റ് മീൻസ് അങ്ങനെയുള്ള വാർത്തകൾ പുറത്തോട്ട് കൊണ്ടുവരാത്തത് കൊണ്ടാണ്. സഭയിൽ തന്നെ പല വിഭാഗങ്ങളാണ്, കോൺഗ്രസിൽ തന്നെ പല 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 സെക്ഷനുകളും ലെവലുകളുമായിട്ട് മാറിയിട്ടുണ്ട്. അതെ, അത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ തന്നെ MLA ആർക്കാണ് MLA കൂടുതൽ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനാണെന്നല്ല പറയാൻ പറ്റുന്നത്, KC വേണുഗോപാലാണെന്ന് പറയാൻ പറ്റൂ. KC വേണുഗോപാലിന് ഒരു പക്ഷം, ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷം, എനിക്ക് തോന്നുന്നു സതീശന്റെ ഭാഗത്താണെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാരുടെ എണ്ണം കുറവ്. ഈ രീതിയിൽ ഭയങ്കര അടി നടക്കുന്നുണ്ട് ഇതിനകത്ത്, അഭിപ്രായ വ്യത്യാസങ്ങൾ. രമേശ് ചെന്നിത്തല ഇവിടെ ചെയ്യുന്നത്, രമേശ് ചെന്നിത്തല വളരെ സേഫായി. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണല്ലോ ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തരം ഇല്ലാത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ആഭ്യന്തര വകുപ്പ് കൃത്യമായി തട്ടിയെടുത്തു. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരത്തിലല്ലായിരുന്നു കണ്ണ്, തുറമുഖ വകുപ്പിലും ധനകാര്യത്തിലുമായിരുന്നു പുള്ളിക്കാരൻ്റെ കണ്ണിരുന്നത്. വളരെ കൃത്യമാണത്. പൊതുഭരണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ആഭ്യന്തരം വേണ്ട, എനിക്ക് വേണ്ടത് ധനവകുപ്പും അതേസമയം ഇതും വേണം, അതായത് തുറമുഖവും വേണം. ഇത് രണ്ടിലുമായിരുന്നു കണ്ണ്. അപ്പം ഇത് പുറത്തുള്ളവർക്ക് മനസ്സിലായില്ല. അതായത് എനിക്കൊന്ന് KC വേണുഗോപാലിന് പോലും ഈ തന്ത്രം പിടികിട്ടിയില്ല. ഈ തന്ത്രം പിടികിട്ടാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ വകുപ്പ് രണ്ടും കൊടുത്തത്. ഈ വകുപ്പിൽ പുള്ളി കയറി കഴിഞ്ഞപ്പോൾ ഉടനെ ഉണ്ടായ മാറ്റം കണ്ടില്ലേ? അദാനി ഗ്രൂപ്പ് പൈസ വെട്ടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഷെയർ മറിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി എന്തിനാണ് പിന്നെ നമ്മുടെ VD സതീശൻ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തതെന്ന്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KCക്ക് ഒരു പറ്റം ആളുകൾ ഇതിനകത്തുണ്ട്, MLA ആയിട്ടുമുണ്ട്, മന്ത്രിസഭയ്ക്കകത്തും ആളുണ്ട്. ഇനിയിപ്പോൾ KC ഇവിടെ ഒരു പിന്നെ ഒരാളെ നിയമിക്കും. അപ്പം അത് ആരുടെ ആളായിരിക്കും? തീർച്ചയായിട്ടും അത് KC വേണുഗോപാലിൻ്റെ ആളായിരിക്കും KPCCയിൽ ഉണ്ടാവുക. ഈ ഒരു അടി കണ്ടിന്യൂസ് പോകും. അതായത് VD സതീശനെതിരായിട്ട് KC വേണുഗോപാൽ ഇവിടുന്ന് ഒരു പറ്റം ആളുകളെ ഇറക്കും, KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് ഇറക്കും. കോൺഗ്രസ് ചരിത്രം ഒരിക്കലും കോൺഗ്രസിന്റെ ചരിത്രം മാറത്തില്ല, സെയിം ചരിത്രം റിപ്പീറ്റ് ചെയ്യും. അത് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും സംഭവിക്കും. VD സതീശനെതിരായിട്ട് ഇവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം വളർന്നു വരും. ആ ഔദ്യോഗിക പക്ഷം VD സതീശനെ ഭരിക്കാൻ അനുവദിക്കില്ല, ഉറപ്പായിട്ടും അനുവദിക്കത്തില്ല. ഇതിന് ഇപ്പം നമ്മൾ വിചാരിക്കും വരുന്നവരെല്ലാം പിന്നെ VD സതീശൻ്റെ ആളാണെന്ന്. അല്ല, മാത്യു കുഴൽനാടനാണെങ്കിലും ബെന്നി ബെഹനാനാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും ഇനി അതെല്ലാം വേറെ ഏതൊരു നേതാവാണെങ്കിൽ തന്നെയും ഇവരുടെ എല്ലാം ഒരു ചരട് എപ്പോഴും അവിടെ ആയിരിക്കും, AICCയിലായിരിക്കും. AICCയിൽ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? KC വേണുഗോപാൽ. KC പറയുന്ന പോലെയുള്ളൂ മല്ലികാർജ്ജുൻ ഖാർഗെ, KC പറയുന്ന പോലെയുള്ളൂ പ്രിയങ്ക ഗാന്ധി, KC പറയുന്ന പോലെ രാഹുൽ ഗാന്ധി. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി KC വേണുഗോപാലിന് കേരളത്തിൽ പലതും നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം. ഒരാളെ വീഴ്ത്താൻ KC വിചാരിച്ചിട്ടുണ്ട്, അത് VD സതീശനാണ്. ഇനിയും VD സതീശനെ വീഴ്ത്തി വേറെ എന്തെങ്കിലും ഓഫറൂടെ കൊടുത്തു കഴിഞ്ഞാൽ തുറമുഖ വകുപ്പ് രമേശ് ചെന്നിത്തല നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈസി ആയിട്ട് രമേശ് ചെന്നിത്തല മറുകണ്ഠം ചാടും.
അങ്ങോട്ട് മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ KPCC അധ്യക്ഷനെ നിയമിക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ സാമുദായിക സമവാക്യങ്ങൾ കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട്. ഇനി എന്തിനാണ് ഒരു പാർട്ടിക്ക്, മതേതര പാർട്ടിക്ക് സാമുദായിക സമവാക്യങ്ങൾ? അതായത് ഒന്നുകിൽ ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരാൾ ഉണ്ടാവണം, അതൊരു സാമുദായിക പശ്ചാത്തലമാണ്. അവരേറ്റവും കൂടുതൽ ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ അടുത്ത് നോക്കി ജനീഷ്, OJ ജനീഷ്, ഇവിടെ പിന്നെ അലോഷ്യസ് സേവ്യർ, ഇനി ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നില്ല സണ്ണി വക്കീൽ, നോക്കിയാൽ മതി, ലൈനപ്പ് നോക്കിയാൽ മതി. ഇതിന് മുമ്പുണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അത് സാമുദായിക പ്രശ്നമാണ്. K സുരേന്ദ്രൻ സാമുദായിക പ്രശ്നമാണ്. പിന്നെ VM സുധീരൻ ഈഴവ പിന്നെ നോമിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന പോലെ ഈ എപ്പോഴും ഒരു സാമുദായിക സമവാക്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പാർട്ടി. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഒരു മതേതരത്വം വിളിച്ചോതുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇങ്ങനെ ഇത് സാമുദായിക സമവാക്യം നോക്കേണ്ടത്? നോക്കിയേ പറ്റൂ. കാരണം ഇതെല്ലാം മാനേജ് ചെയ്യുന്ന കുറേ സഭക്കാരും NSSും SNDPയിലെ കുറേയധികം ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലായിരിക്കും ഇനി ഇവിടെ കേരളത്തിൽ ഒരു KPCC അധ്യക്ഷനെ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു PCC അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അധികകാലം ഇതെല്ലാം വന്ന് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ പറയുന്ന പോലെ ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷൊക്കെ വരുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. മാത്യു കുഴൽനാടനാണെങ്കിൽ ഒരു പക്ഷേ അതൊരു ചെറിയ പണിയാണ്. അത് VD സതീശന് നല്ലൊരു പണിയായി മാറാനാണ് സാധ്യത. പിന്നെ ബെന്നി ബെഹന്നാനും അത്ര ദുഷ്ടത്തരമില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയൊന്നും പിന്നെ സണ്ണി വക്കീലിൻ്റെ ബദൽ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ബെന്നി. അതോടെ കൊടിക്കുന്നിൽ സുരേഷിന് ന്യൂനപക്ഷ പിന്നെ ഈ പറയുന്ന പോലെ പിന്നോക്ക വിഭാഗം എന്നുള്ള നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കണമെന്ന് പറയുന്നൊരു ആവശ്യം വന്നിട്ടുണ്ട്. ജോസഫ് വാഴക്കനെ സംബന്ധിച്ചും ജോസഫ് വാഴക്കനും പോരാ, എനിക്കൊന്ന് മാത്യു കുഴൽനാടനാണ് ഇക്കാര്യത്തിൽ ഒരു KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇതാകുമ്പം ഒരു യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാവും ഇവിടെ. അപ്പോൾ മാത്യു കുഴൽനാടനായി, ഷാഫി പറമ്പിലായി, രാഹുൽ മാങ്കൂട്ടത്തിലെ പതുക്കെ തിരിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ചധികം യൂത്തന്മാരുടെ ഒരു ഏരിയയിലേക്ക് ഇതങ്ങ് വ്യാപിച്ചു പോകും. അപ്പോൾ ഇവരെല്ലാം കൂടെ എവിടെയാണ് നിൽക്കുന്നത്? KCയുടെ തട്ടകത്തിലാണ് നിൽക്കുന്നത്. സിമ്പിളായ കാര്യങ്ങൾ. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടം ഒരുപക്ഷെ മാത്യു കുഴൽനാടൻ വരുന്നതായിരിക്കും. മാത്യു കുഴൽനാടൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊരു തോന്നൽ KCക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതൊരു കീറാമുട്ടി തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ചർച്ചകൾ നടത്തി ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തരുത്. കാര്യമുണ്ട് KPCC തെരഞ്ഞെടുപ്പ് ഉണ്ട്, കാര്യമുണ്ട്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാര്യം ഇത് മാത്യു കുഴൽനാടനെ അല്ലെങ്കിൽ ഈ KC അംഗീകരിക്കുന്ന ഒരാളെ ഇവിടെ VD സതീശൻ അംഗീകരിക്കുമോ എന്നുള്ളടത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇരിക്കുന്നത്.